കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവവചന പഠനം തുടരുവാൻ ദൈവം നൽകിയ ഈ അവസരത്തിനായിട്ട് കർത്താവിന് മഹത്വം കരയറ്റുന്നു. ദൈവവചന പഠനം തുടർമാനമായിട്ട് കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ 4-ാമത്തെ അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കുകയും ചില കാര്യങ്ങൾ അതിൽ നിന്ന് പറയുകയും അത് പഠിക്കാനായിട്ട് ദൈവം നമ്മളോട് കൃപ കാണിക്കുകയും ചെയ്തു. ഇന്ന് ആ 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ച് ആ അധ്യായം ആദ്യത്തെ 8 വാക്യങ്ങൾ അതിൻ്റെ വിശദീകരണം ഒന്ന് നൽകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ വചന പഠനം കേൾക്കുകയും വളരെ ശ്രദ്ധയോടെ അത് ഗ്രഹിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കാൻ കർത്താവ് നമ്മളോട് കരുണ ചെയ്യുകയും ചെയ്യേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ തിരുവെഴുത്തിൻ്റെ ആ വായനയിലേക്ക് കടക്കാം. 1 തെസ്സലോനിയൻസ് 4-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടന്നതുപോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പനകളെ തന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. വളരെ പ്രാധാന്യതയുള്ള ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ദൈവസഭയുടെ വളർച്ച, ദൈവസഭയുടെ ആരംഭവും ആ സഭയെ അപ്പോസ്തലനും കൂടെയുള്ളവരും പോഷിപ്പിച്ചതും, 3-ാമത്തെ അധ്യായത്തിൽ ആ സഭയുടെ നിലനിൽപ്പും ആണ് പറഞ്ഞതെങ്കിൽ 4-ാമത്തെ അധ്യായം ആ സഭ മുന്നോട്ട് കർത്താവിങ്കിലേക്ക് ഗുരുവിനെ പോലെ ആകാനായി മുന്നോട്ട് നടക്കേണ്ടതിനുള്ള പ്രബോധനമാണ് 4-ാമത്തെ അധ്യായം. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തെ നമ്മൾ 4ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവൈഡ് ചെയ്തിരുന്നു. ആദ്യത്തെ 8 വാക്യങ്ങൾ വിശുദ്ധിയിൽ നടക്കണം, 9-10 വാക്യങ്ങൾ സ്നേഹത്തിൽ നടക്കണം, 11-12 വാക്യങ്ങൾ ഓണസ്റ്റിയിൽ സത്യസന്ധതയിൽ നടക്കണം, 13 മുതൽ അധ്യായത്തിൻ്റെ അവസാനം വരെ പ്രത്യാശയിൽ നടക്കണം. ഈ ഒരു ഔട്ട്ലൈനാണ് നമ്മുടെ പഠനത്തിനായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നൽകിയിരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. വോക്ക് ഇൻ ഹോളിനെസ്, അതാണ് ഇതിനകത്തെ ആദ്യത്തെ 8 വാക്യത്തിനകത്തെ പ്രധാന പ്രമേയം. ദൈവപ്രസാദം ഉണ്ടാകാൻ നമ്മൾ വിശുദ്ധിയിൽ നടക്കണം. ആ താന്താന്റെ പാത്രം എന്നുള്ളത് അവനവനെ ആ പേഴ്സണൽ ഇൻഡിവിജ്വലിനെ തന്നെയാണ് എന്ന് പാത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദമായി നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ വാക്യങ്ങളിലൂടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചില 1, 2, 3 ചില പോയിന്റുകളാക്കി ആ 8 വാക്യം അതീവ ഗൗരവമേറിയ ഇന്നത്തെ ഈ മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ദൈവമക്കൾ, ശുശ്രൂഷകന്മാർ, യൗവനക്കാർ, ടീനേജായിട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട, പരീക്ഷകൻ പലപ്പോഴും പലരെയും പരീക്ഷിക്കുകയും ആ മേഖലയിൽ പരാജയപ്പെടുത്തുകയും ചെയ്ത ഒരു പാപത്തെ യാതൊരു മറയും കൂടാതെ അതെന്താണെന്നും അതിൻ്റെ അപകടം എന്താണെന്നും ദൈവമക്കൾ അതിൻ്റെ നടുവിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് അപ്പോസ്തലൻ വളരെ
വ്യക്തതയോടെ എഴുതി നൽകിയിരിക്കുകയാണ്. നമുക്കൊക്കെ നമ്മുടെ ആ പബ്ലിക് സൊസൈറ്റിയിൽ പറയാൻ നമ്മളൊക്കെ മടിക്കുന്ന ചില പദങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ വളരെ വ്യക്തതയോടെയാണ് പോൾ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളിത് വ്യക്തതയോടെ മനസ്സിലാക്കുകയും വ്യക്തതയോടെ സഭകളിൽ പഠിപ്പിക്കുകയും ദൈവമക്കൾ അതീവ ജാഗ്രതയോടെ ജീവിക്കുകയും ചെയ്യേണ്ടതിനാണ് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ലാംഗ്വേജുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെ ഉപയോഗിച്ച് ഈ ഒരു വിഷയം അപ്പോസ്തലൻ ഇവിടെ എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തെസ്സലോനിക്ക സഭ പൗലോസും കൂടെയുള്ളവരും ചില ആഴ്ചകൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. യഹൂദന്മാരോട് ചില ആഴ്ചകൾ സംവാദിക്കുന്നതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ജാതികളും ആ സഭയിലെ അംഗങ്ങളായിരുന്നത് കൊണ്ട് ജാതികളോടും ഗോസ്പല് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം. ചില ആഴ്ചകളോ വിരലിലെണ്ണാവുന്ന ചില മാസങ്ങളോ മാത്രം അധ്വാനിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിൽ പോകേണ്ടി വന്ന അനുഭവങ്ങളൊക്കെ അപ്പോസ്തലനും കൂടെയുള്ളവർക്കും ഉണ്ടായതായിട്ട് നമ്മൾ ആക്സിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കോണ്ടക്സ്റ്റ് നന്നായിട്ട് അറിയാം. അങ്ങനെ ബേബി ചർച്ചായ, ഇൻഫന്റ് ചർച്ചായ, വലിയ പ്രായമോ ആ നിലയിലുള്ള മെച്യൂരിറ്റി ഒന്നും പറയത്തക്ക നിലയിലില്ലാത്ത, വേണ്ട ഒരു നല്ല ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു ചർച്ചാണ് തെസ്സലോനിക്ക സഭയെന്ന് ഓർക്കണം. പക്ഷേ ആ ചെറിയ വളർച്ചയിൽ തന്നെ വളരെ പക്വതയോടെ, ആ പ്രായത്തിൻ്റെ പക്വതയിൽ തന്നെ വളർന്നു വന്ന് നമുക്കെല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു സഭയുമായിരുന്നു തെസ്സലോനിക്ക സഭ എന്നതിനകത്ത് നമുക്ക് യാതൊരു സംശയമില്ല. അതൊക്കെ നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്. ഇവിടെ ഈ 4-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ വിശുദ്ധിയിൽ നടക്കണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ. ഇവിടുത്തെ ആ പ്രധാന കാര്യം എന്നുള്ളത് നിങ്ങളതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ മതി. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ജാതികളെ പോലെ പഠിക്കാതെ അവനവൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഇതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. ദുർനടപ്പ് വിട്ടൊഴിയണം, ജാതികളുടെ വഴി പഠിക്കരുത്, നാം നമ്മെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. കാരണം അവിടെ പറഞ്ഞേക്കാണ്, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമെന്നുള്ളത് നമ്മുടെ ശുദ്ധീകരണമാണ്. അതിനുവേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കുന്നവൻ ദൈവത്തെയാണ് തുച്ഛീകരിക്കുന്നത്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട അശുദ്ധിയിലും അധാർമികതയിലേക്കും പോകാൻ സാധ്യതയുള്ള ഒരു കൾച്ചറിൽ താമസിക്കുന്ന സഭയോട് എന്തുകൊണ്ട് പോകരുത്, നമ്മൾ എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായ വളരെ ഗൗരവമായി എല്ലാ ദൈവമക്കളും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പാപത്തെ, ഒരു ഇമ്മോറാലിറ്റിയെ, ഒരു ലൈംഗിക പാപത്തെ ഇവിടെ എടുത്ത് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാണ്. എന്താണ് ദൈവേഷ്ടം എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഞാൻ ആ പദത്തിൻ്റെ ആ ഒരു വാക്യത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവഹിതം അറിയാൻ തിരുവെഴുത്ത് മനസ്സ് പുതുക്കി വായിച്ചാൽ മതി. നമ്മെ പറ്റിയുള്ള ദൈവഹിതം എന്താണെന്ന് തിരുവെഴുത്തിനകത്ത് വളരെ ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് കേട്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇവിടെ 3-ാമത്തെ വാക്യത്തിനകത്ത് ഒരു കമാൻഡ് നൽകുകയാണ്. ആ കമാൻഡ് എന്നുള്ളത് വെരി ക്ലിയർ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം, അബ്സ്റ്റെയിൻ ഫ്രം സെക്ഷുവൽ ഇമ്മോറാലിറ്റി. ദുർനടപ്പ് വിട്ട് ഒഴിയണം. ഒരു കമാൻഡ് പറയുകയാണ്. ഞാൻ
കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതായത് ഈ സൊസൈറ്റി എന്നുള്ളത് അന്നത്തെ യൂറോപ്യൻ കൾച്ചർ, ഇന്നത്തെ യൂറോപ്യൻ കൾച്ചറും വെസ്റ്റേൺ കൾച്ചറും ഒട്ടും വ്യത്യാസമല്ല. ഇത് ഇന്ന് ആരംഭിച്ചൊരു കാര്യമല്ല. അന്ന് തന്നെ അധാർമികതയിൽ ജീവിക്കുക, ദുർനടപ്പിൽ ജീവിക്കുക, അങ്ങനെയുള്ള പോസ്റ്റ് മാരിറ്റൽ റിലേഷൻഷിപ്പ്, ഇതിലൊക്കെ അന്നേ വളരെ തെറ്റായ സമ്പ്രദായം പിന്തുടരുന്ന ഒരു കൾച്ചറിൽ നിന്നാണ് അങ്ങനെ ജീവിച്ചിരുന്ന ചില ആളുകൾക്ക് ഗോസ്പൽ കൊടുക്കുകയും അവർ കർത്താവിൽ വിശ്വസിച്ച് ദൈവസഭയിലേക്ക് വരികയും ചെയ്യാനായിട്ടിടയായത്. പക്ഷേ അവരുടെ ചുറ്റുമുള്ള ആ കൾച്ചർ എന്നുള്ളത്, അല്ലെങ്കിൽ ആ സഭ ആ പട്ടണത്തിൽ നിലനിൽക്കുമ്പോൾ വളരെ മോശമായി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ നടുവിലാണ് അവർ നിലനിൽക്കുന്നത്. അവിടെ നിന്നാണ് ഇവരെയും ദൈവസഭയിലേക്ക് വിളിച്ചത്. ഇതേ കാര്യം തന്നെ കൊരിന്ത്യരോടും പറയുന്നുണ്ട്. കൊരിന്ത്യ ലേഖനം അതിൻ്റെ 6-ാമത്തെ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. 6:9 ആ ഭാഗങ്ങൾ 6-ാം അധ്യായം പ്രത്യേകം വായിച്ചാൽ 10-ാം അധ്യായത്തിനകത്തും പ്രത്യേകമുണ്ട്. അവിടെ ഒരു പ്രത്യേക പ്രയോഗം നമ്മൾ വായിക്കുന്നുണ്ട്. ചിലരും നിങ്ങളും ആ വകക്കാർ ആയിരുന്നില്ലയോ എന്ന് കൊരിന്ത്യരെ പറ്റി വായിക്കുന്നുണ്ട്. അതായത് ഈ അധാർമികതയിൽ നടക്കുന്ന അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് ആ വാക്യം തീരുന്നത് ഇങ്ങനെയാണ്: നിങ്ങളിൽ ചിലരും ആ വകക്കാർ തന്നെ ആയിരുന്നു എന്നാണ് കൊരിന്ത്യരോടും പറയുന്നത്. അതുപോലെ തന്നെയാണ് ആ നിലയിൽ ജീവിച്ചിരുന്ന ചില ആളുകളാണ് തെസലോനിക്ക സഭയിലേക്ക് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപമോചനം പ്രാപിച്ച് ദൈവസഭയിലേക്ക് വന്ന ആളുകൾ. നോക്കൂ, അവരോടുള്ള കമാൻഡാണ് നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം. കാരണം ഇനിയും പാപത്തിലേക്ക് വീഴാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടവും അധികമായിട്ടുണ്ട്. നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ അറിയുന്നതും ഒക്കെ ഈ നിലയിലുള്ള കാര്യങ്ങളായതുകൊണ്ട് ഈ ദുർനടപ്പ് വിട്ടൊഴിയണം. അതൊരു ഇമ്പരേറ്റീവാണ്, അതൊരു കമാൻഡാണ്. അത് തെസലോനിക്ക സഭയോട് മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല ദൈവമക്കളോടുമുള്ള കർത്താവിൻ്റെ കൽപ്പനയാണ്. ദുർനടപ്പ് ദുർനടപ്പ് വിട്ടൊഴിയണം. കൊരിന്ത്യരോട് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും അംശികളാകാനായിട്ട് പാടില്ല. അവിടെ ഭൂതങ്ങളുടെ മേശ എന്ന് പറയുന്നത് ഈ നിലയിൽ അന്നത്തെ ടെമ്പിളിലൊക്കെ രക്ഷിക്കപ്പെട്ട് എന്ന് അവകാശപ്പെട്ടതിന് ശേഷവും സഭയിൽ വന്നിട്ട് അവിടുത്തെ ടെമ്പിളിൽ പോവുകയും അവിടുത്തെ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അങ്ങനെ അവർ നൽകുന്ന അന്നത്തെ അവരുടെ നിലയിലുള്ള മതാചാരങ്ങളിൽ പങ്കെടുത്തതിന് ശേഷം ആലയത്തിൽ വന്ന് ഇവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരോടാണ് അപ്പോസ്തലൻ പറയുന്നത്: ഭൂതങ്ങളുടെ മേശയിലും കർത്താവിൻ്റെ മേശയിലും നിങ്ങൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് മാത്രമേ അംശികളാകാനായിട്ട് പാടുള്ളൂ, നിങ്ങൾ ഇങ്ങനെ അംശികളാകാനായിട്ട് പാടില്ല എന്ന് അപ്പോസ്തലൻ അവരെ വാൺ ചെയ്യുന്നതായിട്ട് നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ അത് കർത്താവിൻ്റെ മേശയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ പറയുന്നതിൻ്റെ പ്രധാന അർത്ഥം, ദുർനടപ്പ് വിട്ടൊഴിയുക എന്ന് പറഞ്ഞാൽ ഫാർ അവേ ഫ്രം സെക്ഷുവൽ സിൻ. എവിടെ വരെ നമ്മൾ മാറി നിൽക്കണം? ഇവിടുത്തെ പദം കണ്ടോ? ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. അതായത് ആ പാപത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്പേസും നമ്മുടെ മനസ്സിൽ കൊടുക്കാതെ വണ്ണം എത്രമാത്രം ഏതെല്ലാം നിലകളിൽ ഏതെല്ലാം വഴിയിലൂടെ അകലാമോ ആ വഴിയിലൂടെ എല്ലാം ആ ഇമ്മോറാലിറ്റിയിൽ നിന്ന് അകന്ന് ശുദ്ധീകരണത്തിലേക്കുള്ള പാതയിൽ നമ്മൾ ആയിരിക്കണം എന്നാണ് 3-ാം വാക്യത്തിന്റെ അർത്ഥം. അവിടുത്തെ ആ കമാൻഡ് നിങ്ങൾ കണ്ടോ? അതാണ് നമ്മുടെ അതിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് ഞാൻ താഴോട്ട് ആ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം. എങ്ങനെ? അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ വായിച്ചാൽ, ആറിൻ്റെ ആ ഒരു ഹാഫ് പാർട്ട് വരെ വായിച്ചാൽ ദുർനടപ്പ് എങ്ങനെ വിട്ടൊഴിയാം, അല്ലെങ്കിൽ ഈ അധാർമികത നിറഞ്ഞ വ്യഭിചാരവും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ, അശുദ്ധി നിറഞ്ഞ ഈ തലമുറയുടെ നടുവിൽ യാതൊരു നിയന്ത്രണവും പ്ലഷേഴ്സിനില്ലാത്ത ഈ കൾച്ചറിൻ്റെ നടുവിൽ എനിക്ക് എങ്ങനെ, എൻ്റെ ലോക്കൽ സഭയ്ക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിന് 3 പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ് 4-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നൊരു കമാൻഡാണ്,
രണ്ടാമത്തേത് ആ ദുർനടപ്പ് വിട്ടൊഴിയാനായിട്ടുള്ള പ്രിൻസിപ്പിളാണ്. 3 പ്രിൻസിപ്പിൾ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഈച്ച് ഓഫ് യു നോ ഹൗ ടു പൊസസ് ഹിസ് ഓൺ വെസൽ ഇൻ സാന്റിഫിക്കേഷൻ ആൻഡ് ഓണർ. ഒന്നാമത്തെ ആ കാര്യം നമ്മൾ മലയാളത്തിൽ 5-ാമത്തെ വാക്യമായിട്ടാണ് വായിക്കുന്നത്: വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഈ പാത്രം, താന്റെ പാത്രം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചില ആളുകളൊക്കെ ലൈഫ് പാർട്ണറാണ്, വൈഫാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന കമൻട്രീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു വ്യാഖ്യാനം ഈ വേദഭാഗവുമായിട്ട് ചേരുന്നില്ല. കാര്യം ഇവിടെ മാര്യേജിൻ്റെ കാര്യമല്ല പറയുന്നത്, അഡൽട്ടറിയുടെ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ആ കോണ്ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വൈഫിൻ്റെ കാര്യമാണ്, താന്റെ പാത്രം എന്നുള്ളത് ഭാര്യയെ എടുക്കുന്ന കാര്യമാണെന്ന് വ്യാഖ്യാനിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. താന്റെ പാത്രം എന്നുള്ളത് ആ വ്യക്തിയെ തന്നെയാണ്. ആ വ്യക്തിയെ വിശുദ്ധിയിൽ സൂക്ഷിക്കുക എന്നതാണ് വ്യക്തികളെ പാത്രത്തോട് വളരെയധികം ഉപമിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുടെ വിശദീകരണം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. 3 പ്രധാനപ്പെട്ട വസ്തുതകൾ ഈ കൽപ്പന, ഏത് കൽപ്പന? ഇമ്മോറാലിറ്റിയിലേക്ക് പോകാതിരിക്കാൻ 3 പ്രധാനപ്പെട്ട വസ്തുതകൾ നാം അറിഞ്ഞാൽ മാത്രമേ നമ്മെ ഈ പാപത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയുകയുള്ളൂ. ഈ 3 പ്രധാനപ്പെട്ട തത്വങ്ങൾ നമ്മൾ അറിയണം. ഒന്നാമത്തെ കാര്യം നമ്മൾ വായിച്ച വാക്യം തന്നെയാണ്: വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. എന്താ ഈ വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്റെ പാത്രത്തെ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആ പാത്രം എന്നുള്ളത് ആ പേഴ്സൺ, ആ വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലായല്ലോ. ഇവിടുത്തെ സിമ്പിളായിട്ടുള്ള അർത്ഥം എന്നുള്ളത് ബോഡി, ആ പാത്രം എന്നുള്ളത് നമ്മുടെ ശരീരത്തെയാണ് പറയുന്നത്. താന്റെ പാത്രം, പല എവിഡൻസ്, പല വാക്യങ്ങൾ, സ്ത്രീകൾ ബലഹീനപാത്രം, പുരുഷന്മാരെ പറ്റി അങ്ങനെ തന്നെ പറയുന്നു. ഈ മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് നിക്ഷേപം പകർന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രം എന്ന് പോളിനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിളിക്കുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 9:15 ലൂക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്താ ഈ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഡോണ്ട് ലെറ്റ് യുവർ ബോഡി കൺട്രോൾ യു. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. നമ്മുടെ ശരീരം നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. ഈ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാ ദൈവമക്കളും താന്റെ പാത്രത്തെ നിയന്ത്രിക്കാൻ പഠിച്ചിരിക്കണം. ആ ഇംഗ്ലീഷിലെ പ്രയോഗം മലയാളത്തിൽ അതുപോലെ നമ്മൾ കാണുന്നില്ല. 4-ാം വാക്യം: ഈച്ച് ഓഫ് യു നോ. ഈച്ച് ഓഫ് യു എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയണം. ഹൗ ടു പൊസസ് ഹിസ് ഓൺ വെസൽ ഇൻ സാന്റിഫിക്കേഷൻ ആൻഡ് ഓണർ. ആ ഈച്ച് ഓഫ് യു, എല്ലാ ദൈവമക്കളും. 2-ാമത്തെ പദം നോ, അറിഞ്ഞിരിക്കണം. എങ്ങനെ അറിയണം? തിരുവെഴുത്തിനകത്തൂടെ ഈ വസ്തുതകൾ മനസ്സിലാക്കിയാൽ മാത്രമേ താന്റെ പാത്രത്തെ വിശുദ്ധീകരണത്തിലും മാനത്തിലും നേടാനായിട്ട് കഴിയത്തുള്ളൂ. അത് അറിയണം എന്നാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ നിരവധി കാര്യങ്ങൾ, ഈ പാത്രത്തെ നേടുക എന്നൊക്കെ പറഞ്ഞാൽ വിശുദ്ധീകരണത്തിലും മാനത്തിലും എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ആ തത്വം എന്നുള്ളത്, നമ്മുടെ ശരീരം നമ്മുടെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്താൽ ഒരിക്കലും നമുക്ക് നമ്മുടെ പാത്രത്തെ നേടാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ മാത്രമേ ശരീരങ്ങളെ ദൈവപ്രസാദമുള്ള യാഗമായിട്ട് സമർപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, അകത്തെ മനുഷ്യനാൽ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട നമ്മുടെ അകത്തെ ന്യൂ നേച്ചറിനാൽ നമ്മുടെ ശരീരത്തെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഇവിടെ ഈ കൽപ്പന കർത്താവ് നൽകിയേക്കുകയാണ്: നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം. ദുർനടപ്പ് വിട്ടൊഴിയണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത്, നമ്മൾ നമ്മുടെ പാത്രത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ
പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഈ കാര്യങ്ങൾ ഇവിടെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലെങ്കിലും ഇതേ കൾച്ചർ തന്നെയായിരുന്നല്ലോ. നമുക്കറിയാം, തെസലോനിക്ക മാസിഡോണിയയിൽ നിന്ന് അവർ ഏതൻസിലേക്ക് പോകുന്നു, ഏതൻസിൽ നിന്ന് കൊരിന്തിലേക്ക് പോകുന്നു. ഇതൊക്കെ ഒരു പോസ്റ്റൽ റൂട്ടിലുള്ള സ്ഥലങ്ങളായിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ്. വളരെയധികം ദൂരമൊന്നുമില്ല. ചില ദിവസങ്ങളോ മണിക്കൂറുകളോ ഒക്കെ യാത്ര ചെയ്താൽ പല സ്ഥലങ്ങളിൽ എത്താവുന്ന ദൂരം മാത്രമുള്ള സ്ഥലങ്ങളാണ്. ഇവിടുത്തെ കൾച്ചറെല്ലാം യൂറോപ്പ് ആയതുകൊണ്ട് യൂറോപ്യൻ കൾച്ചറാണ്. അതുകൊണ്ട് കൊരിന്ത് ലേഖനത്തിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ വളരെ വിശദമായിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് പാത്രത്തെ നേടാനായിട്ട് കഴിയുന്നത്. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 12 മുതൽ അതിൻ്റെ 10-ാമത്തെ വാക്യം, ഞാൻ ആരംഭത്തിൽ പറഞ്ഞ വാക്യം ഇവിടെ ഉണ്ട്. കള്ളന്മാർ, അത്യാഗ്രഹികൾ, അങ്ങനെ ചില ഡിസ്ക്രിപ്ഷൻസ്, ചില ബാഡായിട്ടുള്ള അവരുടെ പഴയ സ്വഭാവങ്ങൾ പറഞ്ഞിട്ട് കൊരിന്ത്യരോട് പറയണം. 11-ാമത്തെ വാക്യം, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇന്ന് അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ താഴോട്ട് വായിച്ചു വരുമ്പം 12-ാമത്തെ വാക്യം 13-ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കാം. ഭോജ്യങ്ങൾ വയറിനും വയറ് ഭോജ്യങ്ങൾക്കുമുള്ളത്. അത് അന്നത്തെ ഒരു ചൊല്ലായിരുന്നു. അതായത് കൊരിന്ത്യര് അല്ലെങ്കിൽ അന്നത്തെ യൂറോപ്യൻ കൾച്ചർ, അത് തെസലോനിക്കയിലും ഉണ്ട്, ഏതൻസിലും ഉണ്ട്, കൊരിന്തിലും ഉണ്ട്, മറ്റ് മാസിഡോണിയൻ സിറ്റീസിലും ഒക്കെ ഉള്ളൊരു പറച്ചിലാണ്. വയറ് ഭോജ്യങ്ങൾക്കും ഭോജ്യം വയറിനുമുള്ളത്. അത് അന്ന് അവർ പറയുന്ന ആ സേയിങ്ങിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നമ്മളിന്ന് പറയുന്ന പോലെ ഈ ഇറ്റ് ഈസ് ഓൺലി ബയോളജിക്കൽ എന്ന് നമ്മുടെ ഇടയിൽ ഇന്നൊരു പറച്ചിലുണ്ട്. ഇതൊക്കെ ജീവശാസ്ത്രപരമായ ഒരു കാര്യമാണ്. നമ്മൾ ഇന്നത്തെ കോമൺ ആയിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു വേർഡിംഗ് ആണ്. ഇറ്റ് ഈസ് ഓൾ ബയോളജിക്കൽ. എന്ത് തെറ്റ് ചെയ്തിട്ടും പറയുന്നു അത് നാച്ചുറലായിട്ട് ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചു വെച്ചേക്കുന്നതെന്നൊക്കെ ആളുകൾ പറഞ്ഞ് അതിൽ നിന്ന് ഊരാൻ ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവിടെ ഈ വയറ് ഭോജ്യങ്ങൾക്കും ഭോജ്യം വയറിനുമുള്ളതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. വയറിനെ ഭോജ്യത്തെ ഇല്ലായ്മയാക്കും. ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. അവിടെ ഈ ആഹാരം വയറിനും വയറാഹാരത്തിനും എന്നതുകൊണ്ട് കേവലം നമ്മൾ അർത്ഥമാക്കുന്ന ഈ വയറും സ്റ്റൊമക്കും ഫുഡും എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവരതിനർത്ഥമാക്കിയിരിക്കുന്ന പല മീനിങ്ങുകളുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഇതാണ്: സെക്സ് ഫോർ ദ ബോഡി ആൻഡ് ദ ബോഡി ഫോർ ദ സെക്സ്. അതിൻ്റെ കോണ്ടസ്റ്റിലാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്, ഞാൻ അതിനെ രണ്ടിനെയും നശിപ്പിച്ചിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശരീരം ദുർനടപ്പിനല്ല. അവിടെ തന്നെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇവർ പറഞ്ഞത് ശരീരം അധാർമികതയ്ക്കും അധാർമികത ശരീരത്തിനുമുള്ളത്, ലൈംഗികത ശരീരത്തിനും ശരീരം ലൈംഗികതയ്ക്കുമുള്ളത്. ആ ഒരു കൾച്ചറിനെ അപ്പോസ്തലൻ ആത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ലേഖനം എഴുതി പറയുകയാണ്, നോ, അങ്ങനെ അല്ല. ശരീരം കർത്താവിനുള്ളത്, കർത്താവ് ശരീരത്തിനുള്ളത്. എന്നിട്ട് ശരീരത്തെയാണ് ദൈവം ഉയർപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ശരീരത്തെ സൂക്ഷിക്കണം എന്നാണ് പോൾ അവിടെ പറഞ്ഞു വരുന്നത്. നിങ്ങൾ 6-ാം അധ്യായം മുഴുവൻ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. 9-ാം അധ്യായത്തിലെ അവസാനത്തെ വാക്യം അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അവിടെയും ഞാൻ പറഞ്ഞല്ലോ, ഈ ബോഡിയെ കൺട്രോൾ ചെയ്യണമെന്നാണ് തെസലോനിക്കരോട് അപ്പോസ്തലൻ പറയുന്നത്. അതായത് ഈ കൽപ്പന അനുസരിക്കാൻ, ഏത് കൽപ്പന? ദുർനടപ്പ് വിട്ടൊഴിയണം എന്ന കൽപ്പന അനുസരിക്കാൻ ഒന്നാമത് ബോഡിയെ കൺട്രോൾ ചെയ്യണം. വിശുദ്ധീകരണത്തിലും മാനത്തിലും ആ ബോഡിയെ പൊസസ് ചെയ്യണം, മാസ്റ്റർ ചെയ്യണം. അതൊരിക്കലും വേറെ നമ്മുടെ ആഗ്രഹങ്ങളെ മാസ്റ്റർ ചെയ്യരുത്, നമ്മൾ ബോഡിയെ മാസ്റ്റർ ചെയ്യണം.
ഫീലിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കരുത്. മൈൻഡ് വേണം, റീസൺ വേണം, ബിബ്ലിക്കലി ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള മൈൻഡ് വേണം ബോഡിയെ കൺട്രോൾ ചെയ്യാൻ എന്നാണ് ഇവിടെ പറഞ്ഞ് അപ്പോസ്തലൻ വെക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് ഇതേ കൾച്ചറുള്ള ആളുകളോട് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ ഞാൻ പ്രസംഗിച്ചിട്ട് കൊളരുതാത്തവനായി തീരാതിരിക്കാൻ എൻ്റെ ജഡത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. അതായത് ഈ വാക്യം കൊണ്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജഡത്തെ അടിമയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശുശ്രൂഷകൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. അതാണ് അപ്പോസ്തലൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. യു ഹാവ് ടു കൺട്രോൾ യുവർ ബോഡി. ശരീരത്തെ അടിമയാക്കണം. എങ്ങനെ ശരീരത്തെ അടിമയാക്കാനായിട്ട് കഴിഞ്ഞാൽ മനസ്സ് പുതുക്കണം എന്ന് അല്പം ഒന്ന് പറഞ്ഞു വിട്ടു. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു വാക്യമുണ്ട്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മാത്രമേ താൻ്റെ പാത്രത്തെ വിശുദ്ധീകരണത്തിലും മാനത്തിലും നേടാനായിട്ട് കഴിയുകയുള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആത്മ നിറവോടെ ജീവിക്കുക എന്നുള്ള. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടി. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ താഴോട്ട് വായിച്ചാൽ ആ വേദഭാഗം അവിടെ ഉണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ ഒരുവൻ അനുസരിച്ച് നടക്കണമെങ്കിൽ ആത്മാവിന്റെ നിറവുള്ള ജീവിതം അവന്റെ മേൽ ഉണ്ടാകണം. ഇനി ആത്മനിറവ് ഒരുവന്റെ മേൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ വചനം സർവ്വ ഐശ്വര്യത്തോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ, വാഴട്ടെ. ഒരുവന്റെ അകത്ത് ദൈവവചനം നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് ആത്മനിറവ് അവന്റെ മേൽ വരുന്നത്. അങ്ങനെ വചനത്താൽ ആത്മനിറവ് ഒരുവന്റെ മേൽ വന്ന ആത്മാവിൽ അവൻ നടക്കാനായിട്ട് കഴിയുമ്പോഴാണ് ജഡത്തിന്റെ മോഹത്തെ നിവർത്തിക്കാത്ത നിലയിൽ ദൈവവചനത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ താൻ്റെ പാത്രത്തെ നിയന്ത്രിച്ച് വിശുദ്ധീകരണത്തിലും മാനത്തിലും സൂക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ. കമാൻഡ് ഇതാണ്, നിങ്ങളെ തന്നെ സൂക്ഷിക്കുക. കൊലോസ്യ ലേഖനം 4:3 നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിയണം. എങ്ങനെയാണ് വിട്ടൊഴിഞ്ഞ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് കഴിയുന്നത്? ഒന്ന്, ആ മനസ്സ് പുതുക്കി ആത്മനിയന്ത്രണത്തോടെ ജഡത്തിന്റെ മോഹത്തെ നിവർത്തിക്കാതിരിക്കുക. അങ്ങനെ നിവർത്തിക്കാതിരിക്കാൻ മനസ്സ് പുതുക്കപ്പെടണം. മനസ്സ് പുതുക്കപ്പെടണമെങ്കിൽ ആത്മാവിനാൽ നടക്കണം. ആത്മാവിനാൽ നടക്കണമെങ്കിൽ ആത്മാവിനാൽ നിറയണം. ആത്മാവിന്റെ നിറവ് ഒരുവന് സംഭവിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ വചനം അവനെ റൂൾ ചെയ്യാൻ അവന്റെ ഹൃദയത്തിൽ വസിക്കണം. സർവ്വ ഐശ്വര്യത്തോടെ ക്രിസ്തുവിന്റെ വചനം അവന്റെ ഹൃദയത്തിൽ വസിക്കണം. എന്നാൽ മാത്രമേ ആത്മനിറവ് സാധ്യമായി താൻ്റെ പാത്രത്തെ വിശുദ്ധീകരണത്തിലും മാനത്തിലും നേടി ഇവിടെ ദുഷ്ടജീവിതം നയിക്കാതെ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ക്ലിയർ ആയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വിശുദ്ധീകരണത്തിലും മാനത്തിലും ആ പദങ്ങളൊക്കെ, വിശുദ്ധീകരണത്തിൽ എന്ന് പറഞ്ഞാൽ ടു ബി സെപ്പറേറ്റഡ് ആൻഡ് ടു ഗോഡ് ഫ്രം സിൻ, സെപ്പറേറ്റഡ് ആൻഡ് ടു ഹോളിനെസ്, സെപ്പറേറ്റഡ് ആൻഡ് ടു പ്യൂരിറ്റി, ഓണർ. മാനം എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് എന്നാണ്. ഇതിനെ രണ്ടിനെ കൂടെ ചേർത്ത് ഇങ്ങനെ പറയാം, യുവർ ബോഡി ഈസ് ടു ബി സോ ഹോളി ദാറ്റ് ഇറ്റ് ഈസ് വർത്തി ഓഫ് റെസ്പെക്ട് ടുവേർഡ് ദ ഗോഡ് ഹു ഓൺസ് ഇറ്റ്. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. ഇത് കർത്താവിൻ്റെ ടെമ്പിളാണ്. ഈ ടെമ്പിളിന്റെ ഓണർ കർത്താവാണ്. കാരണം അവിടുന്ന് നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാണ്. ആയതിനാൽ തെസ്സലോനിക്കരേ, നിങ്ങൾ വിട്ടേച്ചു വന്ന ഈ ദുർനടപ്പിലേക്ക് പോകാൻ പരീക്ഷകൻ നിങ്ങളെ പരീക്ഷിക്കാൻ അനുവദിക്കാതിരിക്കേണ്ടതിന് ആത്മാവ് നിറഞ്ഞവരായി ജഡത്തെ അടിമയാക്കി ആ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കാതെ ക്രിസ്തുവിൻ്റെ വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതം നയിച്ചാൽ മാത്രമേ വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ കർത്താവിനായിട്ട് അവൻ
ഓണർ ആയതുകൊണ്ട് അവനായിട്ട് നേടാൻ കഴിയുകയുള്ളൂ. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ക്ലിയർ ആയെന്ന് വിചാരിച്ചോട്ടെ. താന്താന്റെ പാത്രത്തെ നേടണം ഈ കൽപ്പന അനുസരിക്കണമെങ്കിൽ. രണ്ട്, ആ താന്താന്റെ പാത്രത്തെ നേടുക എന്ന് പറഞ്ഞാൽ ആ പാത്രത്തിന് അടിമയാകരുത്, മറിച്ച് നമ്മൾ അതിൻ്റെ മേൽ മാസ്റ്ററി ചെയ്യണം എന്നാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ട്, ഈ കൽപ്പന അനുസരിക്കാനായിട്ട് നാലാമത്തെ വാക്യം ഇംഗ്ലീഷിൽ 5, നോട്ട് ഇൻ ലസ്റ്റ്ഫുൾ പാഷൻ ലൈക്ക് ദ ജെന്റൈൽസ് ഹു ഡു നോട്ട് നോ ഗോഡ്. ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല എന്നാണ് മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത്. അവിടെ രണ്ടാമത് ഈ കൽപ്പന അനുസരിക്കാൻ, ഏത് കൽപ്പന, ഞാൻ ഇതിങ്ങനെ ആവർത്തിക്കാൻ കാര്യം മറക്കാതിരിക്കാൻ വേണ്ടിയാണ്, ദുർനടപ്പ്, അഡൾട്ടറി, ഫോർണിക്കേഷൻ, ഹോമോസെക്ഷുവാലിറ്റി, ലെസ്ബിയൻ, ഗേ, ആ നിലയിൽ വചനവിരുദ്ധമായ അധാർമികമായ പാത പിന്തുടരാതിരിക്കാൻ, ഒന്ന്, ജഡത്തെ അടിമയാക്കുക, അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടി അതിനെ ക്രൂശിക്കുക. ഞാൻ താഴോട്ട് വരുമ്പോൾ അല്പം കൂടെ കാര്യം പറയാൻ. രണ്ടാമത്തെ കാര്യം, ജാതികളെ പോലെ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ച ആ വാക്യം, നിങ്ങളും ഈ വകക്കാർ ആയിരുന്നുവല്ലോ, നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നുവല്ലോ, അത് പഴയ കൾച്ചറാണ്, അത് ഡെഡാണ്, അത് കഴിഞ്ഞുപോയ കാര്യമാണ്, പാസ്റ്റ് ലൈഫാണ്. വീണ്ടും നമ്മളോട് പറഞ്ഞേക്കുകയാണ്, ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല. ഇവിടെ ഡോണ്ട് ആക്ട് ലൈക്ക് ദ ഗോഡ്ലെസ് പാഗൻസ്. ആ ജാതികളെ പോലെ നമ്മൾ ജീവിക്കരുത്. അങ്ങനെ ജീവിക്കാതിരുന്നാൽ മാത്രമേ മുകളിൽ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവഹിതപ്രകാരമുള്ള കൽപ്പന അനുസരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഗലാത്യലേഖനം 5:24 വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5 മുതൽ താഴോട്ട് വായിച്ചാൽ, മരിപ്പിപ്പീൻ, ഉരിഞ്ഞുകളവീൻ, പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ, ഇങ്ങനെ വളരെ ഇമ്പരേറ്റീവായിട്ട് അപ്പോസ്റ്റോലിക് കമാൻഡ് പല പദങ്ങൾ 3-ാം അധ്യായത്തിനകത്ത് കാണാം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിനകത്തും 4-ാം അധ്യായത്തിനകത്തും ഒക്കെ ഇതേ കാര്യം ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ജാതികളെ പോലെ, അവിടെ ഒരു പ്രയോഗം കണ്ടോ, കാമവികാരം, അത് ഒരു സ്ട്രോങ് വേഴ്സാണ്. 2 പദങ്ങൾ ഒരുമിച്ച് പറഞ്ഞേക്കുകയാണ്. കാര്യം, ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്തിക്സിന് ഡെഫിനിഷൻ ഇല്ല, പാപത്തിന് ഡെഫിനിഷൻ ഇല്ല, അവർക്ക് യാതൊരു വിധമായ നിയന്ത്രണത്തിന് ആവശ്യമില്ല. കാരണം അവർക്ക് ദൈവത്തെ പറ്റി പരിജ്ഞാനമില്ല. ഒരു ജാതിയനും ഞാനും തമ്മിലുള്ള വ്യത്യാസം, അവന് ദൈവമില്ല എന്നുള്ളതാണ്. എനിക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മൊറാലിറ്റിയുടെ ഡെഫിനിഷൻ ദൈവമാണ് നൽകുന്നത്, റൈച്ചസ്നെസ്സിൻ്റെ ഡെഫിനിഷൻ ദൈവമാണ് നൽകുന്നത്. ആ ഡെഫിനിഷൻ ഫോളോ ചെയ്യാൻ ഞാൻ ഏൽപ്പിക്കപ്പെട്ട കവനന്റിന്റെ കീഴിലുള്ളവനാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, ഡോണ്ട് ആക്ട് ലൈക്ക് ഗോഡ്ലെസ് പേഗൻസ്. മനസ്സിലായി എന്ന് വിചാരിച്ചോട്ടെ. ഈ കൽപ്പന അനുസരിക്കണമെങ്കിൽ നമ്മൾ ഇവരെ പോലെ ആക്ട് ചെയ്യരുത്. റോമാലേഖനം 1:26, കൊലോസ് ലേഖനം 3:5 ഈ ഇവർക്ക് ശിക്ഷയുണ്ടെന്നുള്ളത് 2 തെസ്സലോനിയൻസ് 1:8 ഏത് ഈ ജാതികൾക്ക് ശിക്ഷയുണ്ടെന്നുള്ളതും ഈ വാക്യങ്ങളിലൂടെ ഒക്കെ വായിച്ചാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് റോമാലേഖനത്തിനകത്തുനിന്ന് ആ ജാതികളുടെ സ്വഭാവം എന്താണ്, നിങ്ങൾ ജാതികളെ പോലെ, ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല എന്ന് പറയുമ്പോൾ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 24 മുതൽ 24-ാം വാക്യം, അതുകൊണ്ട് ദൈവം അവരെ, ജാതികളെ, തങ്ങളുടെ ഹൃദയത്തിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. കണ്ടോ, അവരുടെ ആ ഒരു നേച്ചർ അങ്ങനെ തന്നെയാണ്. ദൈവം അവരാ പാപത്തിൽ തുടരുന്നു. അവർക്ക് മനം തിരിയാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവരെ ആ പാപത്തിൽ തുടരാൻ ഗോഡ് ഗേവ് ദം ഓവർ, ദൈവം അത് അനുവദിക്കുകയാണ്. 26-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവം അവരെ അപമാനരായി
യാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. 28-ാമത്തെ വാക്യം, 27 അത് തന്നെ കാര്യമാണ്. 28 ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ചു. അവരുടെ ക്യാരക്ടർ 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ മാനവജാതിയോടുള്ള ഈ നിലയിൽ ജീവിക്കുന്ന ആളുകളുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ പറ്റിയാണ് റോമാലേഖനത്തിൽ പറയുന്നത്. നോക്കൂ, റോമാലേഖനം 1-ാം അധ്യായമൊന്നും ഇപ്പോൾ എൻ്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇവിടെ ജാതികളെ പോലെ കാമവികാരത്തിലല്ല എന്ന് പറയാൻ കാര്യം, അൺറീജനറേറ്റ് ആയിട്ടുള്ള മനുഷ്യർ അവരുടെ ശരീരത്തിൻ്റെ അടിമകളാണവർ. അവരെ പറ്റിയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ മുമ്പേ വായിച്ച വാക്യം, ശരീരം ആഹാരത്തിനും ആഹാരം ശരീരത്തിനും. എന്നാൽ നമ്മെ പറ്റി അങ്ങനല്ല, ശരീരം ദൈവത്തിനും ദൈവം ശരീരത്തിനും എന്നതാണ് നമ്മെ പറ്റി. അതായത് ദൈവമാണ് അതിൻ്റെ ഓണർ, ഇതിൻ്റെ മേൽ കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ് എന്ന് അപ്പോസ്തലൻ നമ്മളോട് എടുത്തെടുത്ത് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു കൽപ്പനയാണ്. തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് ദുർനടപ്പ് വിട്ടൊഴിയണം. എത്രയും ദൂരം ഒഴിയണം, എത്രമാത്രം വിശുദ്ധീകരണത്തിൽ നടക്കാമോ അത്രയും ദൈവത്തോടടുത്ത് നടക്കേണ്ടതിന് എത്രമാത്രം അശുദ്ധിയോടകലാമോ അത്രയും നമ്മൾ അകലണം. അങ്ങനെ അകന്ന് ജീവിക്കണമെങ്കിൽ ഒന്ന്, നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്ലഷേഴ്സിനെ കൺട്രോൾ ചെയ്യണം. 2, ജാതികളുടെ വഴി പഠിക്കരുത്. 3-ാമത്തെ കാര്യം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിനകത്തുണ്ട്. ഈ കാര്യത്തിൽ, ഏത് കാര്യത്തിൽ? ജാതികൾ ചെയ്യുന്ന ഈ അധാർമികതയുടെ കാര്യത്തിൽ, ഇമ്മോറാലിറ്റിയുടെ കാര്യത്തിൽ, അഡൾട്ടറിയുടെ കാര്യത്തിൽ, ഫോർണിക്കേഷന്റെ കാര്യത്തിൽ, ഹോമോസെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ, ഈ കാര്യത്തിൽ, ദുർനടപ്പിന്റെ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും എന്ന് പറഞ്ഞാൽ ഇത് അതിക്രമിക്കുക. 3-ാമത്തെ ആ ഒരു പ്രിൻസിപ്പിൾ, എങ്ങനെ ഈ കൽപ്പന അനുസരിക്കാമെന്നുള്ളതിന് 3-ാമത്തെ പ്രിൻസിപ്പിൾ എന്നാന്നറിയാമോ? ആരും മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ ഡോണ്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ മുതലെടുക്കരുത്, മറ്റുള്ളവരുടെ ബലഹീനത ചൂഷണം ചെയ്യരുത്. ഇങ്ങനെ ഞാനത് വിശദമാക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാക്കും. 3 പ്രിൻസിപ്പിൾ പഠിച്ചാൽ മാത്രമേ, അത് ഹൃദയത്തിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ പാപത്തെ ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. 1-ാമത്തെ കാര്യം, ശരീരത്തെ അടിമയാക്കണം, ശരീരം മാസ്റ്റർ ചെയ്യാൻ പാടില്ല. 2-ാമത്തേത്, ജാതികളുടെ വഴി പഠിക്കരുത്, കാര്യം അവർക്ക് ദൈവവും ഇല്ല, അതുകൊണ്ട് എത്തിക്സ് ഇല്ല, നിയന്ത്രണമില്ല. 3-ാമത്തേത്, മറ്റുള്ളവരെ മുതലെടുക്കരുത്. നിങ്ങൾ ആ പദം കണ്ടോ? ഈ കാര്യത്തിൽ, ഈ അധാർമികതയുടെ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും അരുത്. അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ ട്രസ്പാസ്. നമ്മൾ ദൈവസഭയെ പറ്റിയൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതിക്രമിച്ച് കടക്കുക, ട്രാൻസ്ഗ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് കടക്കുന്നവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള ബോർഡൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ പദം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. സ്വാർത്ഥ താല്പര്യത്തിനായി മറ്റുള്ളവരുടെ അവകാശത്തെ കവർന്നെടുക്കുക, അതാണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ദൈവമക്കൾക്കെല്ലാം അവരുടെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കേണ്ടതിന് ഒരു ബൗണ്ടറി ലൈൻ വരച്ചിട്ടുണ്ട്. അത് ഡിവൈൻ ഡിസൈനാണ്. ആ വര ക്രോസ് ചെയ്യരുത്. ഡു നോട്ട് ഡു ദാറ്റ്. അത് ട്രാൻസ്ഗ്രസേഴ്സ് ആകരുത്. അതിനെ നമ്മൾ ക്രോസ് ചെയ്യരുത്. അതാണ് ആരും, എല്ലാ ദൈവമക്കളെയും കൂടെ, സാർവത്രിക സഭയിലെ സകല ദൈവമക്കളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പദം അവിടെ പറഞ്ഞേക്കുന്നത്. ആരും അതിക്രമിക്കരുത്, ആരും ദൈവം വെച്ച അതിരിന് പുറത്തു പോകരുത് എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഡോണ്ട് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംവൺ എൽസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ പദം കണ്ട, അതിക്രമിക്കരുത്, സഹോദരനെ ചതിക്കുകയും അരുത്. സഹോദരൻ, അവിടെ ആ പദത്തിന്റെ അർത്ഥം സഹോദരനെ ചതിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ദൈവമക്കൾ
മറ്റൊരു സഹോദരന് മാത്രം അവകാശപ്പെട്ട തൻ്റെ കുടുംബത്തെ ഒരു കാരണവശാലും വഞ്ചിക്കരുത്. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വേറെ കൂട്ടുകാരിൽ ബിലീവേഴ്സിൻ്റെ കുടുംബവുമായിട്ട് വചനവിരുദ്ധമായ ബന്ധങ്ങൾ ചെയ്യരുത്. അത് അനുവദിക്കപ്പെട്ടിട്ടില്ല. അതിനെയാണ് അതിക്രമിക്കുക എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കിയേക്കുന്നത്. ഒരുവൻ ഹോളിയായിട്ട് നടക്കണമെന്നതാണ് 4:1 മുതൽ 8 വരെയുള്ള തീം. എന്തിന് ഹോളിയായിട്ട് നടക്കണം? ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. അതാണ് ദൈവഹിതം. ഇത് നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചു. എന്നിട്ടൊരു കമാൻഡ് നൽകിയേക്കുകയാണ്, എല്ലാവരും ദുർനടപ്പ് വിട്ടൊഴിയണം. ദുർനടപ്പ് വിട്ടൊഴിയണമെങ്കിൽ അവൻ്റെ ശരീരത്തെ അടിമയാക്കണം. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് പാത്രത്തെ നേടുക മാത്രമല്ല, ജാതികളുടെ വഴി പഠിക്കരുത്, അവർക്ക് നിയന്ത്രണമില്ല. 3, ആരും അവൻ്റേതല്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്നു കയറി കൂട്ടുകാരനെ വഞ്ചിക്കരുത്. ഇതൊക്കെ ഇന്ന് നമ്മുടെ ഇടയിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നുള്ള കാര്യമാണ്. ഇതൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ദൈവസഭകൾ തകരുന്നുണ്ട്, കുടുംബങ്ങൾ തകരുന്നുണ്ട്. സുവിശേഷം അറിയിക്കുന്നതിന് ഈ കാരണങ്ങൾ കൊണ്ട് തടസ്സം നേരിടുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര കൃത്യമായിട്ടാണ് അപ്പോസ്തലൻ എഴുതിയേക്കുന്നത്. ആരും ഈ കാര്യത്തിൽ അവനവന് ദൈവം വെച്ചിരിക്കുന്ന അതിർത്തി ലംഘിക്കരുത്. ഈ കാര്യത്തിൽ മറ്റൊരു വിശ്വാസിയെ ചതിക്കരുത്. തൻ്റെ കൂട്ടു സഹോദരൻ്റെ വൈഫിനെ ഈ കാര്യത്തിൽ വഞ്ചിക്കരുത്. ഇങ്ങനെ വളരെ പ്രാക്ടിക്കലായിട്ട് അപ്പോസ്തലൻ പറയുകയാണ്. ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദരന് ഇടർച്ച വരുത്തരുത്. ഈ 6-ാം വാക്യത്തോട് ചേർത്ത് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ചിന്തിച്ചാൽ, ഈ ചെറിയവന് ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി അവനെ കടലിൽ താത്തു കളയരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. അവൻ ഈ ചെറിയവർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവമക്കൾ എന്നാണ്. ദൈവമക്കൾ, ട്രൂ ആയിട്ടുള്ള ദൈവമക്കളെയാണ് ആ ചെറിയവർ എന്നതുകൊണ്ട്. ജെന്യൂവിൻ ബിലീവേഴ്സിനെ വിളിച്ചേക്കുന്ന മറ്റൊരു ടേമാണ് ഈ ചെറിയവൻ, ഈ ചെറിയവർ. അതെ, ആ വാക്യത്തിന്റെ അർത്ഥം അവനോട് സഹോദരന് ഇടർച്ച വരുത്തുന്നവനെ. അതാ അവിടെ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരുവൻ സഹോദരന് ദോഷം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവൻ മരിച്ചു പോകുന്നതാണ് എന്ന അർത്ഥത്തിലാണ് അവൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ താത്തു കളയണം എന്നതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. അതിനേക്കാൾ എത്രയോ ഭേദമാണ് അവൻ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കൽപ്പന, ഹോളി ലൈഫിൽ ദൈവപ്രസാദകരമായിട്ട് നടക്കണം. എന്നിട്ടൊരു കൽപ്പന പറഞ്ഞേക്കാണ്. ആ കൽപ്പന പ്രമാണിക്കാനായിട്ട് 3 പ്രിൻസിപ്പിൾ പറഞ്ഞേക്കാണ്. 3 പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. എന്നിട്ട് ഈ കൽപ്പന പ്രമാണിച്ചില്ലെങ്കിൽ, ഈ 3 പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തില്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത 7-8 വാക്യത്തിൽ പറഞ്ഞേക്കാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് why I should keep this commandment, why the church should keep this commandment, why all the Christians should keep this commandment. ഇവിടെ 3 കാര്യം വളരെ സീരിയസ് ആയിട്ട് ദൈവവചനത്തിലൂടെ നമ്മളോട് പറഞ്ഞേക്കാണ്. ഒന്നാമത്തെ കാര്യം, ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് ദെയർ എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഗോഡ്സ് ജഡ്ജ്മെന്റ്, ബിക്കോസ് ഓഫ് ഗോഡ്സ് ജഡ്ജ്മെന്റ്. നിങ്ങൾ 6-ാമത്തെ വാക്യത്തിന്റെ അവസാനം കണ്ടോ, ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. അതിനു മുമ്പ് ഞാൻ ആ 3-ാമത്തെ പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പദം നിങ്ങളവിടെ കണ്ടോ, ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ആ പദം അങ്ങനെ അപ്പോസ്തോലൻ പറഞ്ഞിരിക്കുന്ന പദങ്ങളെ എടുത്ത് ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ 6-ാം വാക്യത്തിൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. അപ്പോസ്തോലൻ പറഞ്ഞ കാര്യം ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ. അതായത് ചുരുക്കം ആഴ്ചകളെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെ സത്യസന്ധതയോടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ അവരോട് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യം, ഈ ലേഖനം എഴുതുന്നതിന് മുമ്പ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്നും, നിങ്ങൾ ജാതികൾ
ജാതികളുടെ വഴി പഠിക്കരുതെന്നും ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അപ്പോസ്തലൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് ഒന്നുകൂടെ എഴുതി അവരെ അറിയിക്കുന്നതായിട്ടാണ് നമ്മൾ ഈ 6-ാം വാക്യത്തിൽ കാണുന്നത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് ഒരു ലോക്കൽ സഭയിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന് ഈ നിലയിൽ പറയാനായിട്ട് കഴിയുമോ എന്ന് ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും, ശുശ്രൂഷകന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും കേൾവിക്കാർക്ക് താല്പര്യമുള്ളതും അവരുടെ ആനുകാലിക വിഷയങ്ങളും അവർക്ക് കിട്ടേണ്ട താൽക്കാലിക ആശ്വാസവും ജോലിയിലുണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്നുള്ള മാറ്റവും ഒക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് എങ്ങനെങ്കിലും ഇവരുടെ ടേം കഴിച്ചു പോകുക എന്നുള്ളതല്ലാതെ ഈ നിലയിൽ വഞ്ചന കൂടാതെ പ്രാഗൽഭ്യത്തോടെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയത്തക്കവണ്ണം ശുശ്രൂഷ ചെയ്യുന്നവർ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ഇന്നത്തെ മോഡേൺ ചർച്ചുകളിൽ സ്ഥാനമില്ല. കാരണം നമ്മുടെ കൂട്ടായ്മകൾ തിരുവെഴുത്തിൽ നിന്നും കർത്താവിൽ നിന്നും വളരെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന വേദനാജനകമായ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഞാനവിടെ തൽക്കാലം 6-ാം വാക്യത്തിന്റെ ആ ഭാഗം വരെ നിർത്തുകയാണ്. എന്തുകൊണ്ട് ഈ കൽപ്പന അനുസരിക്കണം? കാരണം എന്തുകൊണ്ട് കൽപ്പന അനുസരിക്കണം എന്നുള്ളത്, ഗോഡ്സ് ജഡ്ജ്മെന്റ് ഈസ് ദെയർ. ഒരു ന്യായവിധി ഉള്ളത് കൊണ്ട്, ബിക്കോസ് ഓഫ് ഗോഡ്സ് വെഞ്ചൻസ്. ആ പദം നിങ്ങൾ കണ്ടോ? 6-ാം വാക്യത്തിനകത്ത് the Lord is the avenger in all these things. ദൈവം ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ദുർനടപ്പിലേക്ക് പോകരുത്, അഡൽട്ടറിയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് പോകരുത്, ദുർനടപ്പിലേക്ക് പോകരുത്, ജാതികളെ പോലെ കാമവികാരത്തിലേക്ക് പോകരുത്. കാരണം ഈ വകയ്ക്കൊക്കെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഇന്ന് ദൈവം സ്നേഹമാണ് സ്നേഹമാണ് സ്നേഹമാണെന്ന് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ അവൻ്റെ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ല. ദൈവം സ്നേഹമാണെന്നുള്ളത് കർത്താവിൻ്റെ ക്യാരക്ടറിലെ ഒരു കാര്യം മാത്രമാണ്. എന്നാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഗോഡ് ഈസ് ഹോളി ഹോളി ഹോളി. അവിടുന്ന് പരിശുദ്ധനാണ് പരിശുദ്ധനാണ് പരിശുദ്ധനാണ്. ദൈവം സ്നേഹമാണ് സ്നേഹമാണ് സ്നേഹമാണെന്ന് ബാക്കിയല്ല, ദൈവസ്നേഹമാണ്. അത് ഒരു പ്രാവശ്യമാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അവിടുന്ന് ഹോളി ഗോഡാണെന്നുള്ളത്, ഹീ ഈസ് ത്രൈസ് ഹോളി എന്നാണ് തിരുവെഴുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഈ വക കാര്യങ്ങളെ നമ്മൾ അകന്നിരിക്കണം? ദൈവഹിതം ചെയ്യാൻ വേണ്ടി വളരെ ദൂരെ നമ്മൾ മാറിയിരിക്കണം. എന്തുകൊണ്ട്? ഒരു ദിവസം ഇതിനെല്ലാം ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ചില വാക്യങ്ങളെ നിങ്ങളോടൊന്ന് കാണിച്ചു തരാം. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യത്തിനകത്തുണ്ട്. ഇങ്ങനെ ഈ നിലയിലുള്ള പാപത്തിൽ തുടരുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, ദുർനടപ്പുകാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിനകത്തുണ്ട്. ദുർനടപ്പുകാർ ഈ ലിസ്റ്റ് പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 21:8 ഇങ്ങനെയുള്ള ഏവനും പുറത്ത് തന്നെ എന്ന് വെളിപ്പാട് പുസ്തകം 21:8 വായിക്കുന്നുണ്ട്. 22:15 വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഈ വകക്കാരുടെ ഓഹരി തീയും ഗന്ധകവും ആണ് എന്ന് വായിക്കുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് നമ്മൾ ഇപ്പോൾ വായിച്ച 4:6 വായിച്ചത്. ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. 2 തെസ്സലോനി 1:8 വായിക്കുന്നുണ്ട്, പകരം നൽകുന്ന ദൈവസന്നിധിയിൽ ഇങ്ങനെയുള്ളവർക്കൊക്കെ പകരം നൽകുന്ന ദൈവസന്നിധിയിൽ നീതിയല്ലോ എന്ന് നമ്മൾ 1:8 വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് I should keep this command? ഒന്നാമത്തെ കാര്യം, പ്രതികാരവും പ്രതിഫലവും കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഡ്യൂട്രോണമി 32:35, എബ്രായ ലേഖനം 13:4, ദുർനടപ്പുകാരനെയും വ്യഭിചാരിയെയും ദൈവം വിധിക്കും. അതുകൊണ്ടാണ് ഇത് ഇമ്പരേറ്റീവായി, കൽപ്പനയായി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ആർക്കും
എനിക്ക് ഈ വാക്യങ്ങളൊക്കെ വായിച്ച് ഓരോന്ന് പറയണം, ഇതിൻ്റെ ആ ലിസ്റ്റൊക്കെ പറയണം. ഇന്നത്തെ യുവതലമുറകളോടൊക്കെ ഇത് വളരെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷെ ഉടനെ തന്നെ ആ നിലയിലുള്ള ഒരു സന്ദേശം പറയണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നുണ്ട്. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്തേത്, ആ വാക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, ദൈവമക്കളോടാണ്. 7-ാം വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചേക്കുന്നത്. കാരണം ഒന്ന്, ഈ വക പ്രവർത്തിക്കാത്തതിന്റെ കാരണം, ചെയ്യരുത് എന്ന കൽപ്പന അനുസരിക്കുന്നതിന്റെ കാരണം, there is a judgment, there will be a judgment. 2, 7-ാമത്തെ വാക്യത്തിനകത്ത്, we have to understand our calling. എന്താണ് കോളിംഗ്? ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ, ബിക്കോസ് ഓഫ് ഗോഡ്സ് കോൾ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും ഞാൻ പറയും, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കല്ല. അശുദ്ധിക്കല്ല എന്ന് പറഞ്ഞാൽ ഈ കോണ്ടസ്റ്റിന്റെ അർത്ഥം മനസ്സിലായോ? വീണ്ടും ദുർനടപ്പിലേക്ക് പോകാനല്ല, വീണ്ടും ജാതികളുടെ വഴി പഠിക്കാനല്ല, വീണ്ടും സാത്താന്റെ പരീക്ഷണത്തിൽ പരീക്ഷിക്കപ്പെട്ട പാപത്തിലേക്ക് പോകാനല്ല അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധീകരണത്തിലാണ്. വിശുദ്ധിയിലും മാനത്തിലും താന്താന്റെ പാത്രത്തെ ദൈവത്തിന് വേണ്ടി നേടേണ്ടതിനാണ് അവിടുന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹോളി കോളിംഗ് ആണ്. അതായത് തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാരെ വിളിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ആ വിളി കൊണ്ട് അവരെ വിശുദ്ധരാക്കി എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളെല്ലാം വിശുദ്ധന്മാരുടെ ആ പൊസിഷണൽ സാന്റിഫിക്കേഷനിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമ്മളെ ആ തത്വത്തിൽ വിശുദ്ധന്മാരെന്ന് വിളിക്കാം. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ വിശുദ്ധിയെ സൂക്ഷിക്കുമ്പോഴാണ് അനുദിന ജീവിതത്തിൽ നമ്മൾ ദൈവമുമ്പാകെ വിശുദ്ധന്മാരാകുന്നത്. ആ പദം വളരെ ശ്രദ്ധേയമാണ്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല. ഇന്ന് നമ്മുടെ ഇടയിൽ ശരീരത്തിന്റെ ആഗ്രഹം നിവർത്തിക്കണം, ആ നിലയിലുള്ള പാപങ്ങൾ നമ്മുടെ രക്ഷയെ ബാധിക്കുന്നില്ല, ബോഡി ഈസ് ഈവിൾ, സ്പിരിറ്റ് ഈസ് ഹോളി എന്നൊക്കെ പഠിപ്പിക്കുന്ന പല ദുരുപദേശങ്ങൾ നമ്മുടെ ഇടയിൽ വരാറുണ്ട്. നമ്മളിൽ പല ആളുകൾക്കും വേദപുസ്തകത്തെ പറ്റിയുള്ള പരിജ്ഞാനക്കുറവ് കൊണ്ട് ഇതൊന്നും ഗ്രഹിക്കാനായിട്ട് കഴിയുന്നില്ല. കുറഞ്ഞ പക്ഷം ഈ വാക്കോർക്കുക, അവൻ നമ്മളെ വീണ്ടും പഴയ ജീവിതം തുടരാനായിട്ടല്ല വിളിച്ചിരിക്കുന്നത്, അവിടുന്ന് നമ്മളെ വിശുദ്ധീകരണത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സെറ്റപ്പാർട്ട് ചെയ്യാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. There is no place for impurity in my life. ദൈവത്തിന്റെ പർപ്പസ് എന്നുള്ളത്, the purpose of God was to make a holy people. ദൈവത്തിന്റെ സഭയെ പറ്റിയുള്ള പർപ്പസ് ദൈവത്തിന് കൊള്ളാവുന്നവരായി, നിഷ്കളങ്ക കന്യകയായി, യാതൊരു കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ദൈവത്തിന്റെ ബ്രൈഡായിട്ട് നിർത്തേണ്ടതിനാണ് ആ ഹോളി ഗോഡ് മനുഷ്യനായി വന്ന് നമുക്കായിട്ട് മരിച്ചത്. എന്തുകൊണ്ട് ഈ കൽപ്പന അനുസരിക്കണം? ഒന്നാമത്തെ കാര്യം, ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വിളി ഹോളി കോളിംഗ് ആണ്. നമ്മളെ പറ്റിയുള്ള ദൈവത്തിന്റെ പർപ്പസ് വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ കാര്യം, വീണ്ടും അതേ കാര്യം തന്നെ, അതിന്റെ വിശദീകരണമാണ്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ, ആരെ തുച്ഛീകരിക്കുന്നവൻ? എന്തു തുച്ഛീകരിക്കുന്നവൻ? രണ്ട് കാര്യമുണ്ട്. ആരെ? ഗോഡ് ദ ഫാദർ എന്ന് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ട്, എന്ത് തുച്ഛീകരിക്കുന്നവൻ? വിളി വിശുദ്ധ ജീവിതത്തിനാണ് എന്ന് തുച്ഛീകരിക്കുന്നവൻ. ആരെ? ഗോഡ് ദ ഫാദറിനെ. എന്തിനെ? വിശുദ്ധ ജീവിതത്തെ. എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം, ഹോളി ലൈഫിന്റെ പ്രാധാന്യത കുറച്ച് വൈകാരികമായി കൊണ്ടു നടക്കുന്ന പ്രഭാഷകന്മാരോട്, അതിനെയൊക്കെ വൈകാരികമായി ജനത്തോട് ട്രൂത്ത് പറയാത്ത പ്രസംഗകരോടും കൂടെയാണ് ഞാൻ പറയുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധീകരണത്തിനാണ്.
മാനത്തിനാണ്. ഇത് ജനത്തോട് പറയാനായിട്ട് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഇത് ഞാൻ നിങ്ങളോട് മുമ്പേ അവിടെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പറയാത്ത വഞ്ചകന്മാരെ സൂക്ഷിക്കണം. അധർമ്മത്തിനല്ല, അശുദ്ധിക്കല്ല വിളിച്ചേക്കുന്നത്, വിശുദ്ധിക്കാണ്. അത് തുച്ഛീകരിക്കുന്നവൻ, ആ പദത്തെ ഞാൻ അല്പം ഒന്ന് വിശദമാക്കാം എന്ന് വിചാരിക്കുന്നത്. ആകയാൽ ഈ ഉപദേശം തുച്ഛീകരിക്കുന്നവൻ പാസ്റ്ററിനെ അല്ല, സഭയെ അല്ല, ബോർഡ് മെമ്പേഴ്സിനെ അല്ല, എഴുതിയേക്ക് നോക്കിയേ, മനുഷ്യനെ അല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. ആ തരുന്ന എന്നുള്ളത് ഡെയിലി അതിനു വേണ്ട എംപവർമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു. എന്തുകൊണ്ട്? ഈ അധാർമികത എന്ന് പറഞ്ഞ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കണം. എന്തുകൊണ്ട് ദുർനടപ്പ് വിട്ടൊഴിയണം? ഒന്നാമത്തെ കാര്യം ജഡ്ജ്മെന്റ് ഉണ്ട്, രണ്ടാമത്തെ കാര്യം ഹോളി കോളിംഗ് ആണ്, മൂന്നാമത്തേത് ദൈവത്തെ തുച്ഛീകരിക്കുകയാണ് ഞാനിത് അനുസരിക്കുന്നില്ലെങ്കിൽ. എത്ര സീരിയസ് ആണ് ദൈവവചനമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഇവിടെ ദൈവത്തെ തുച്ഛീകരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാര്യം മനസ്സിലാക്കണം. ഗോഡ് ഈസ് ഹോളി. ഏകജാതനായ പുത്രനും പരിശുദ്ധനെന്നാണ് വിളിക്കുന്നത്, അല്ലെ? പരിശുദ്ധൻ. ആ പുത്രനാണ് നമ്മളെ വിശുദ്ധീകരണത്തിനായിട്ട് നേടിയത്. ഹോളി സ്പിരിറ്റിനെയാണ് വിശുദ്ധീകരണത്തിനായിട്ട് നമുക്ക് നൽകിയേക്കുന്നത്. ഹോളി ഫാദർ, ഹോളി സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ഇത് തുച്ഛീകരിക്കുന്നവൻ, ഈ ഉപദേശം തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെ അല്ല, ഇത് പ്രബോധിപ്പിക്കുന്ന ഉപദേശിയെ അല്ല, അതൊന്നും ഫാക്ടറേ അല്ല ഇവിടെ, ലോക്കൽ സഭയെ അല്ല. വിശുദ്ധ ജീവിതത്തെ തുച്ഛീകരിക്കുന്നവൻ ട്രൈയൂൺ ഗോഡിനെയാണ് തുച്ഛീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1 കൊരിന്ത്യർ 6 അധ്യായത്തിനകത്ത് വായിക്കുന്നുണ്ട്, ഡോണ്ട് യു നോ യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിച്ച് യു ഹാവ് ഓഫ് ഗോഡ്, യു ആർ നോട്ട് യുവർ ഓൺ, you are bought with a price, so glorify God in your body. ഇത് തുച്ഛീകരിക്കുന്നവൻ ദൈവത്തെ ആണ് തുച്ഛീകരിക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്നും നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ കർത്താവിനുള്ളതത്രയാകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. എങ്ങനാ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നേ? ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദുർനടപ്പ് വിട്ടൊഴിയണം, രണ്ടാമത്തെ കാര്യം ശരീരത്തെ അടിമയാക്കണം, മൂന്നാമത്തെ കാര്യം ആരും അതിക്രമിച്ച് കടക്കരുത്. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ചാൽ മാത്രമേ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് പാട്ട് പാടുമ്പോൾ കൈയടിക്കുന്നതോ, ലഭിച്ച സൗണ്ട് കൊണ്ട് ഉച്ചത്തിൽ പ്രസംഗിക്കുന്നതോ, ഈണ സൗണ്ട് ഉള്ളത് കൊണ്ട് പാടുന്നതോ ഒന്നുമല്ല, നൃത്തം ചെയ്യുന്നതോ ഒന്നുമല്ല. അതൊക്കെ ആകാം, പക്ഷേ അതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകയാൽ ഈ ശരീരത്തെ വിശുദ്ധീകരണത്തിലും മാനത്തിലും ഒരുവൻ നേടി ആ ശരീരത്തെ ദൈവത്തിൻ്റെ യാഗപീഠത്തിങ്കൽ യാഗമായി മനസ്സ് പുതുക്കി വെച്ച് എന്നാൽ മാത്രമേ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, 4:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കണം. വോക്ക് ഇൻ ഹോളിനെസ്. തെസ്സലോനിക്കരെ, നിങ്ങൾ ഇനി പഴയ വഴിയിലേക്ക് പോകരുത്. രക്ഷയ്ക്ക് മാത്രമല്ല നിങ്ങളെ വിളിച്ചത്, വിശുദ്ധീകരണത്തിലൂടെയാണ് ആ വിളി നമ്മുടെ മേലുള്ളത്. പഴയ വഴിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ, വിശുദ്ധീകരണത്തിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതിനുശേഷം ഒരു കൽപ്പന പറഞ്ഞേക്കാണ് ആ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, ഇനിയും നിങ്ങൾ ആരും ദുർനടപ്പിലേക്ക് പോകരുത്, ശരീരത്തെ അടിമയാക്കണം, ജാതികളുടെ വഴി പഠിക്കരുത്, ആ ദൈവം വെച്ചിരിക്കുന്ന അതിർ ലംഘിച്ച് ആരെയും ചതിക്കരുത്. അങ്ങനെ നമ്മൾ ഈ 3 കാര്യം അനുസരിക്കുന്നില്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകും.
നമ്മുടെ വിളിയോട് നമ്മൾ അവിശ്വസ്തരാണ്. നമ്മൾ ദൈവത്തെ തുച്ഛീകരിക്കുകയാണ്. അതികഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകും. ഈ വകക്കാരെല്ലാവരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്നതാണ് തിരുവെടുത്ത് പറയുന്നത്. നമ്മുടെ ശരീരം അവന്റെ മന്ദിരമാണ്. അവൻ നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ്. അതുകൊണ്ട് നമ്മൾ ഇനി നമുക്കുള്ളവരല്ല, കർത്താവിനുള്ളവരാണ്. നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും മാനത്തിലും സൂക്ഷിച്ച് ദൈവത്തിന് മഹത്വമുള്ള ദൈവത്തിന്റെ യാഗപീഠത്തിങ്കൽ യാഗമായി സമർപ്പിച്ച് ദൈവപ്രസാദം നേടുന്ന ഒരു ജീവിതം നയിക്കാൻ ഈ വചന പഠനത്താൽ കർത്താവ് നമ്മളോട് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവതിരുനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.